ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാണേ. അപ്പോൾ വന്നപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിലിട്ടിട്ടാണ് പോയിരുന്നത്. എന്നിട്ട് ഞാനത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇപ്പം ഞാനത് അടിച്ച് അരയ്ക്കാൻ പോവുകയാണേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണമല്ല, അപ്പോൾ 4 മണിക്കൊരു പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ട കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ച് നല്ലോണം അരച്ച് നമ്മളത് എടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഈ ശർക്കര പാനി ചേർക്കുന്നുണ്ട്. ശർക്കര പാനി ചേർത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര പാനി തിളപ്പിച്ച് അത് ചൂടോടുകൂടി തന്നെയാണ് നമ്മളിടുന്നത്. അതിനുശേഷം പിന്നെ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട്. കൂടെ വേണേൽ നമുക്ക് എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ജീരകവും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വറുത്തിട്ട് കൊടുക്കാവേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഴുവനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് ഓരോ തവി വീതം നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ തന്നെ വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.